السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരങ്ങളെ, അൽ-ഉസൂലു സലാസ എന്ന ഖബറിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന 3 ചോദ്യങ്ങൾ, 3 അടിസ്ഥാനങ്ങൾ: അള്ളാഹുവിനെ അറിയുക, അവൻ്റെ ദീൻ പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി അറിയുക, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക. ഈ 3 അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ഒരു ചെറു കൃതിയുടെ അവസാനത്തെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന 3ാമത്തെ അസ്ൽ. അതിൻ്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ ആഴ്ച ദർസ് നമ്മൾ നിർത്തിവെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പേര്, അവിടുത്തെ കുടുംബം, അവിടുത്തെ വംശം, അവിടുത്തെ പരമ്പര, ഇതെല്ലാം സാമാന്യമായ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ ആളുകൾ, മുസ്ലിം ഉമ്മത്തിലെ മക്കൾ പോലും, പ്രത്യേകിച്ച് ഈ ന്യൂജൻ കാലഘട്ടത്തിലെ യുവാക്കൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവർ ഫാനായിക്കൊണ്ട് നടക്കുന്ന അവരുടെ ആരാധ്യ പുരുഷന്മാർ, കളിക്കാർ, സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ, ഇവരൊക്കെ പേരും അഡ്രസ്സും ദിവസം അവർക്ക് കിട്ടുന്ന വരുമാനവും അവരുടെ സകല ഹിസ്റ്ററിയും നമ്മുടെ മക്കൾക്കറിയാം. അത്തരത്തിൽ പോപ്പുലറായിട്ടുള്ള പല ആളുകളെക്കുറിച്ചും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ നമ്മുടെ ആളുകൾക്കറിയാം. പലർക്കും നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര അറിയില്ല, അവിടുത്തെ ശരിയായ പേരറിയില്ല. അവിടുത്തെ പേരുകൾ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന പേരുകൾ തന്നെ അവിടത്തേക്ക് സ്ഥിരപ്പെടാത്ത പേരുകളാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പം നബിയുടെ പേരറിയാന്ന് പറഞ്ഞാൽ അത് ഒരു ചില്ലറ കാര്യമായി നമ്മളാരും മനസ്സിലാക്കരുത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ശരി, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്? കിതാബുള്ളവർ വായിക്കും. ഫദ്ദൽ. അയ്യോ, വഹുവ മുഹമ്മദുൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നാണ്. ഇവിടെ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പേര് വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ. അബ്ദുൽ മുത്തലിബ് ഹാഷിമിന്റെ മകനാണ്. ഹാഷിമാകട്ടെ വഹാഷിം മിൻ ഖുറൈശ്, ഖുറൈശ് ഗോത്രത്തിലെ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഹാഷിം. ആ ഹാഷിമിന്റെ വംശപരമ്പരയിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലായുടെ മകൻ മുഹമ്മദ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി ഇവിടെ ഷേഖ് പരിചയപ്പെടുത്തിയത്. ഖുറൈശും മിനൽ അറബ്, ഖുറൈശികൾ അറബികളിൽ നിന്നുള്ളവരാണ്. വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ, വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം. ചിലപ്പോൾ അതിന്റെ കോപ്പിയിൽ വ്യത്യാസം ഉണ്ടാവും. അറബികളാകട്ടെ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. വസ്സലാം വഅലൈഹി വഅലാ നബിയിന അഫ്ളലു സ്വലാത്തി വസ്സലാം. ഇതാണ് ഗ്രന്ഥത്തിൽ ഷെയ്ഖ് സൂചിപ്പിച്ചിട്ടുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21 പിതാമഹന്മാരുടെ പേരുകൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേരുന്ന വംശപരമ്പരയിൽ സ്ഥിരപ്പെട്ട ശരിയായ പരമ്പരയോടെ സ്ഥിരപ്പെട്ട പേരുകൾ പണ്ഡിതന്മാർ കുറിച്ചു വച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ. ഇത് കാണാതെ പഠിക്കാനോ അതല്ലെങ്കിൽ ഇത് പഠിക്കൽ നിർബന്ധമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചുരുങ്ങിയത് ഇങ്ങനെയൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുക എന്ന അവസ്ഥയിൽ ഞാനത് വായിക്കുകയാണ്. ഇതിനെ വിശദീകരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞ നബിയുടെ 21 പിതാമഹന്മാരടങ്ങുന്ന പരമ്പര. മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, മുഹമ്മദ് ബിൻ അബ്ദില്ല, ഇബ്ൻ അബ്ദുൽ മുത്തലിബ്, ബിൻ ഹാഷിം, അതുവരെയാണ് നമ്മൾ കിതാബിലുള്ളത്. ബിൻ അബ്ദി മനാഫ്, ബിൻ ഖുസൈബ്, ബിൻ കിലാബ്, ബിൻ മുറ, ബിൻ ലുഐ, ബിൻ ഗാലിബ്, ബിൻ ഫഹർ, ബിൻ മാലിക്, ബിൻ നദർ, ബിൻ കിനാന, ബിൻ ഖുസൈമ, ബിൻ മുദ്രിക, ബിൻ ഇല്യാസ്, ബിൻ മുദർ, ബിൻ നിസാർ, ബിൻ മഅദ്, ബിൻ അദ്നാൻ. وعدنان من ولد إسماعيل النبي والرسول الكريم الذي هو ابن النبي والرسول الخليل وإبراهيم عليه الصلاة والسلام. ഇതാണ് നബിയുടെ 21 പിതാമഹന്മാരടങ്ങുന്ന വംശപരമ്പര. ഇത് അറബികൾക്കിടയിൽ അറിയപ്പെട്ട പരമ്പരയായിരുന്നു. ഇവിടം വരെ ജാഹിലിയത്തിലെ അറബികൾക്ക് സംശയലേശമന്യ അഭിപ്രായ വ്യത്യാസമില്ലാത്ത പരമ്പരയാണിത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അദ്നാൻ എന്ന നബിയുടെ 21ാമത്തെ പിതാമഹൻ. ഇസ്മായിൽ നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. അവരാണ് അറേബ്യൻ സമൂഹം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര. നബിയുടെ പ്രസിദ്ധമായ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദില്ലാ. മുഹമ്മദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ടോ? ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന നാമം നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് സൂറത്തു ആല ഇംറാനിലെ 144ാമത്തെ ആയത്താണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, അള്ളാഹു നിയോഗിച്ച റസൂൽ. അദ്ദേഹത്തിന് മുമ്പും മുർസലുകൾ കടന്നുപോയിട്ടുണ്ട് എന്ന് പറയുന്ന സൂറത്തു ആല ഇംറാനിലെ ആയത്തിൽ 144ാമത്തെ ആയത്തിൽ അള്ളാഹു നബിയുടെ പേരായി മുഹമ്മദ് എന്ന് പറഞ്ഞു. സൂറത്തുൽ അഹ്സാബിലെ 40ാമത്തെ ആയത്ത് വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും മാ കാന മുഹമ്മദുൻ. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായ മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. സൂറത്തുൽ അഹ്സാബിലെ 40ാമത്തെ ആയത്ത്. സൂറത്തു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. സൂറത്തു മുഹമ്മദിന്റെ തുടക്കത്തിൽ 2ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ. ഈമാനുള്ളവർ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ഖുർആനിൽ വിശ്വസിക്കുന്നവർ, മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞു. 3ാമതായി സൂറത്ത് മുഹമ്മദിലെ എത്രാമത്തെ ആയത്ത്? 2ാമത്തെ ആയത്ത്. സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മുഹമ്മദ് എന്ന നബിയുടെ പേര് ആവർത്തിച്ചു. മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള സ്വഹാബികൾ കുഫാറുകളോട് കാർക്കശ്യമുള്ളവരും പരസ്പരം മുഅ്മിനീങ്ങൾ അവർ തമ്മിൽ കാരുണ്യമുള്ളവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിലൂടെ അവിടുത്തെ സ്വഹാബത്തിനെ പരാമർശിക്കുകയുണ്ടായി. ഈ 4 സ്ഥലങ്ങളിലാണ് മുഹമ്മദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ പേര് ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ പ്രസിദ്ധമായ പേര്.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ മുഹമ്മദ് പോലെ പ്രസിദ്ധമായ പേരാണേത്? അതിനോട് അർത്ഥത്തിൽ യോജിക്കുന്ന പേരാണ് അഹ്മദ്. അത് ഖുർആനിൽ വന്നിട്ടുണ്ടോ? അയ്യോ, സൂറത്തു സഫിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറയുന്നതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വൈദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹമായ ബനു ഇസ്രായേലിനോട് പറഞ്ഞു, ഓ ബനു ഇസ്രായേൽ സമൂഹമേ, ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്. എനിക്ക് മുമ്പ് അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അവതരിപ്പിച്ച തൗറാത്ത്, അതിന്റെ സാരാംശങ്ങളെ സത്യപ്പെടുത്തുന്ന റസൂലാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദിഹി വമുബശ്ശിറൻ ബിറസൂലിൻ മിൻ ബഅദി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്ന പേരുള്ള ഒരു റസൂലിനെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് ഞാൻ. അപ്പൊ മുമ്പുള്ള മൂസാ നബിയെയും അദ്ദേഹത്തിന് അവതരിപ്പിച്ച തൗറാത്തിനെയും സത്യപ്പെടുത്തി ശേഷം വരുന്ന അതുവരെ വന്നിട്ടില്ലാത്ത അവസാനത്തെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേരിനെ ഈസാ നബിയുടെ പരിചയപ്പെടുത്തിയതായി അള്ളാഹു പറഞ്ഞത് അഹ്മദ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിതാ നസാറാക്കളെ വിളിച്ച് മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാത്ത്, പക്ഷേ തെളിവുകൾ അവർക്ക് വന്നപ്പോൾ, അവർ നേർക്കുനേരെ കണ്ടപ്പോൾ, ഖാലു ഹാദാ സിഹ്റും മുബീൻ, അവർ പറഞ്ഞു ഇത് വ്യക്തമായ മാരണമാണ് എന്ന്. അപ്പോൾ സൂറത്തു സഫിൽ 6-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ അഹ്മദ് എന്ന പേരും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടു പേരുകൾ മാത്രമാണ് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥിരപ്പെട്ട പേരുകൾ. എന്നാൽ ഇന്ന് നബിയുടെ പേരായിട്ട് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളും പാട്ടുകൾ രചിക്കുന്നു, മൗലിദിന്റെ കിതാബുകൾ ഏടുകളിൽ ആ പേരുകൾക്ക് സ്ഥാനം നൽകുന്നു. നബിയുടെ പേരായി ത്വാഹ റസൂലുള്ളാഹേ എന്ന് പറഞ്ഞ് നബിയെ വിളിക്കുന്നു. യാസീൻ നബിയുടെ പേരായി പറയുന്നു. യാസീൻ നബി, ഹാമീൻ നബി, ത്വാസീൻ നബി, ഇങ്ങനെയൊക്കെ നബിയുടെ പേരായി പറ. ത്വാസീൻ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനിലെ ചില സൂറത്തുകളുടെ പ്രാരംഭത്തിൽ ത്വാഹ, യാസീൻ, ഹാമീം, ത്വാസീം, മീം, ഇങ്ങനെ അള്ളാഹു കൃത്യമായ അർത്ഥം എന്താണെന്ന് വിവരിച്ചു തരാത്ത, അതിന്റെ രഹസ്യം അള്ളാഹുലേക്ക് മാത്രമേ നമ്മൾ മടക്കാവൂ. എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ആശയം, ചില അക്ഷരങ്ങൾ മാത്രം അള്ളാഹു പൊരുത്തു വെച്ചിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം, അതിന്റെ രഹസ്യം നമുക്കറിയില്ല. ഈ കൂട്ടർ എന്താക്കി, നമ്മുടെ നാട്ടിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി അതിരുകവിഞ്ഞവർ അതൊക്കെ നബിന്റെ പേരാക്കി. അതിലെല്ലാം എന്നല്ല, ത്വാസീൻ ആ കൂട്ടത്തിൽ അവർ നബിക്ക് വിളിക്കുന്ന പേരാണ്. ഹാമീം നബിക്ക് വിളിക്കുന്ന പേരാണ്. യാസീൻ നബിക്ക് വിളിക്കുന്ന പേരാണ്. ത്വാഹ, ഇതൊന്നും ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് ഖുർആനിൽ അതിന്റെ അർത്ഥം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടില്ല. അത് അല്ലാഹുവിലേക്ക് മടക്കേണ്ടുന്ന രഹസ്യമാണെന്നാണ് മുഫസ്സിർ. പക്ഷേ ഈ കൂട്ടർ, നമ്മുടെ നാട്ടിലെ യാഥാസ്ഥികർ, അതൊക്കെ നബീന്റെ പേരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലെ കളവാണത്, വമ്പിച്ച കളവാണത്. നബിക്ക് ഇല്ലാത്ത പേര് നബിക്ക് ചാർത്തി കൊടുക്കുക എന്നുള്ളത് നബിയുടെ പേരുള്ള കളവാണ്. അതുകൊണ്ട് അത്തരം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൽ വന്ന രണ്ട് പേര് മുഹമ്മദ്, അഹ്മദ്. ഹദീസുകളിൽ വേറെ പേരുകൾ വന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥിരപ്പെട്ട പേരുകൾ വന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി അസ്മാഉൻ, എനിക്ക് ചില പേരുകളുണ്ട്. എന്നിട്ട് അവിടുന്ന് എണ്ണി പറയണം, അന മുഹമ്മദുൻ വ അന അഹ്മദ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്. എന്താണ് മുഹമ്മദിന്റെ അർത്ഥം? സ്തുതിക്കപ്പെടാൻ, പുകഴ്ത്തപ്പെടാൻ അർഹമായ ധാരാളം കാര്യങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും ഉള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ നിറകുടമാണ്. സ്തുതിക്കപ്പെടാനും പ്രശംസിക്കപ്പെടാനും അർഹനാണ്. അങ്ങനെയുള്ള സ്തുത്യർഹമായ കാര്യങ്ങൾക്കുടമ എന്നർത്ഥത്തിൽ മുഹമ്മദ് എന്ന പേരിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു. അഹ്മദ് എന്ന് പറഞ്ഞാൽ കസ്റത്തുൽ ഹംദ്. അഹ്മദ് എന്നത് ഏതാ ഇസ്മ? ആ ഇസ്മിന് എന്താ പേര് പറയാ? അഫ്വൽ പോലെ ആ ഇസ്മിന് എന്താ പേര് പറയാ?
ഇസ്മു തഫ്ലീൽ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് അതിന്റെ അർത്ഥം. ഏറ്റവും അഹ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്തുതിക്കുന്നവൻ, അള്ളാഹുവിനെ ഏറ്റവും അധികം സ്തുതിക്കുന്നവൻ, ഏറ്റവും ധാരാളമായി സ്തുതിക്കുന്നവൻ, സ്തുത്യർഹമായ കാര്യങ്ങൾ ഏറ്റവും അധികമുള്ളവൻ എന്ന അർത്ഥത്തിൽ അഹ്മദ് എന്ന പേര്. ഹംദാണ് അതിന്റെ അടിസ്ഥാനം. സ്തുത്യർഹൻ, സ്തുതിക്കുന്നവൻ എന്നാണ് ഈ രണ്ട് പേരുകളുടെ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് പേരായ എണ്ണി, അന മുഹമ്മദുൻ വ അന അഹ്മദ്. മൂന്നാമതായി അവിടുന്ന് എണ്ണി വ അനൽ മാഹി അല്ലദി യംഹു അല്ലാഹു ബി അൽ കുഫ്ർ. ഞാൻ അൽ മാഹിയാണ്. മാഹി എന്നാണ് മഹാ യംഹു എന്നാണ് എന്താ അർത്ഥം? മാഹി, മായ്ക്കുക, ഇറേസ് ചെയ്യുക, മായ്ക്കുന്നവൻ. എന്താണ് ഞാൻ മായ്ക്കുന്നത്? റസൂലുള്ളാഹി വിശദീകരിച്ചാണ്. എന്താണ് ആ പേരിന്റെ അർത്ഥം? അല്ലദി യംഹു അല്ലാഹു ബി അൽ കുഫ്ർ. എന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫ്റിന്റെ അന്ധകാരത്തെ മായ്ച്ചു കളയുന്നു. അങ്ങനെ കുഫ്റിനെയും ശിർക്കിനെയും മായ്ച്ചു കളയുന്ന, അന്ധകാരത്തെ മായ്ച്ചു കളയുന്ന അൽ മാഹിയാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിനെ പരിചയപ്പെടുത്താണ്. ഇതൊന്നും ആളുകൾ പറയുന്നത് കേൾക്കലില്ല. ഇല്ലാത്ത പേര് നമ്മൾ മുമ്പ് ബിദ്അത്തിന്റെ ഗൗരവത്തെ കുറിച്ച് സൂചിപ്പിച്ച് പറഞ്ഞിരുന്നു. ബിദ്അത്തുകൾ ആളുകൾ വർഷം അല്ലെങ്കിൽ ദിവസം പുതിയതിങ്ങനെ കൊണ്ടാടും, പുതിയതിങ്ങനെ നട്ടുപിടിപ്പിക്കും. അപ്പോൾ നഷ്ടപ്പെടുത്തുന്ന സുന്നത്തുകളായിരിക്കും. ആ കൂട്ടർക്ക് സുന്നത്തുകൾ യാതൊരു പരിചയം ഉണ്ടാവില്ല. അവരെ കൺമുമ്പിലുണ്ടാവും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. ഇതിൽ സ്ഥിരപ്പെട്ട പേരാണ്. ഇവിടുത്തെ മൗലവിമാരാരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, അവദാനങ്ങൾ പുകഴ്ത്തുമ്പോ ഈ പേര് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പേരുകൾ നിങ്ങൾ അതിലപ്പുറത്ത് കേട്ടിട്ടുണ്ടാവും. സുന്നത്തുകൾ അത് മരിച്ചു വീഴും. ബിദ്അത്തുകൾ, ദീനില്ലാത്തതിങ്ങനെ പൊന്തി വരുമ്പോൾ എന്നത് എത്ര യാഥാർത്ഥ്യമാണ്. വാനൽ ഹാഷിർ, അടുത്ത പേരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അൽ ഹാഷിറാണ്. എന്താണ് ഹാഷിർ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് വിശദീകരിച്ചു, അല്ലദി യുഹ്ശറുൻ നാസു അലാ ഖദമൈ. എന്റെ കാൽക്കീഴിലാണ് ആളുകൾ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ശേഷമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരു നബിയില്ല. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ടു, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു. ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഹ്ശറിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി. അതിനുശേഷമാണ് മറ്റു സൃഷ്ടികളെ മുഴുവൻ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് അവസാനം മരിക്കുന്ന ആൾ വരെയുള്ള സൃഷ്ടികളെ നബിക്ക് ശേഷമാണ് ഒരുമിച്ച് കൂട്ടുക. അപ്പൊ ഞാൻ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. വേറെ പല അർത്ഥവും ഇതിന് പറയുന്നുണ്ട്. സത്യത്തിൽ ആളുകളെ ഒരുമിപ്പിച്ചവൻ, അതുപോലെ തന്നെ മുഴുവൻ ദീനുകളെയും ഇസ്ലാം ദീനിലേക്ക് ഒരുമിപ്പിച്ചവൻ, ആളുകളെ ശത്രുതയിൽ നിന്നും ഛിദ്രതയിൽ നിന്നും ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരുമിപ്പിച്ചവൻ എന്നെല്ലാം അൽ ഹാഷിർ, ഒരുമിപ്പിക്കുന്നവൻ എന്ന വാക്കിന് അർത്ഥമുണ്ട് എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നു. ഇതാണ് അൽ ഹാഷിർ, നബിയുടെ മറ്റൊരു പേര്. അൽ ആഖിബ്, അഞ്ചാമതായി നബി ഹദീസിൽ പറഞ്ഞു, വഅനൽ ആഖിബ്, ഞാൻ ആഖിബാണ്. അല്ലദീ ലൈസ ബഅദഹു അഹദുൻ, അതായത് ആഖിബ് എന്ന് പറഞ്ഞാൽ അവസാനി, അവസാനത്തെ ആൾ. എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല, മറ്റൊരു റസൂലില്ല. അങ്ങനെ എനിക്ക് ശേഷം മറ്റൊരു നബിയില്ലാത്ത, മറ്റൊരു റസൂലില്ലാത്ത അൽ ആഖിബാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരായി പരിചയപ്പെടുത്തി. സ്വഹീഹ് മുസ്ലിമിൽ വന്ന മറ്റൊരു ഹദീസിൽ ഈ പേരുകൾക്ക് പുറമെ മുഹമ്മദ്, അഹ്മദ്, അൽ ഹാഷിർ, അൽ ആഖിബ്, അൽ മാഹി, ഈ പേരുകൾക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേര് കൂടി പരിചയപ്പെടുത്തി. ഒന്ന് അൽ മുഖഫി. എന്താണ് പേര്? അൽ മുഖഫി. അൽ മുഖഫി എന്ന് പറഞ്ഞാൽ അൽ മുത്തബിഉ ലിൽ അംബിയാ അല്ലദീ ജാഅ ബഅദഹും വഫി ആഖിരിഹിം വഖാഫിയതു കുല്ലി ഷൈഇൻ ആഖിറുഹു ഫഹുവ ആഖിറുൽ അംബിയാ. അറബി കവിതകളിൽ ഖാഫിയ എന്ന് പറയും. ഖാഫിയ അറബി കവിതകളുടെ ഒരു പ്രത്യേകതയായി ഖാഫിയ എന്ന് പറയും. അതായത് അതിന്റെ അവസാനത്തെ അക്ഷരങ്ങൾ പരിഗണിച്ചിട്ടുള്ള അതിന്റെ പ്രാസവും മറ്റൊക്കെ വിശദീകരിക്കുന്ന പ്രയോഗമാണ്, ബലാഗയാണ് ഖാഫിയ. അപ്പൊ എല്ലാറ്റിന്റെയും അവസാനം എന്നുള്ള അർത്ഥമാണ് ഖാഫിയൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥം ധ്വനിപ്പിക്കുന്ന അൽ മുഖഫി എന്നാണ് അവിടുത്തെ പേരിനെ പറ്റി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പിയാക്കൾക്കും അവസാനം വന്നവൻ, എല്ലാ അമ്പിയാക്കളുടെയും
ദീനിന്റെയും ശരീഅത്തിന്റെയും സാരാംശം, ഇസ്ലാമിന്റെ ആകത്തുക അവസാനമായി അവതരിപ്പിച്ച നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ നബി. എല്ലാ അമ്പിയാക്കളും ഈ സമൂഹത്തോട് പറഞ്ഞ സന്ദേശം, അതിന്റെ ആകത്തുക അവസാനമായി പിൻപറ്റുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത അവസാനത്തെ നബി എന്നർത്ഥമാണ് അൽ മുഖഫി. എല്ലാ അമ്പിയാക്കളുടെയും പാത പിൻപറ്റിയവൻ, എല്ലാ അമ്പിയാക്കളുടെയും ചുവടുകൾ അതിനനുഗമിച്ചവൻ എന്നൊക്കെയാണ് അൽ മുഖഫി എന്ന വാക്കിന്റെ അർത്ഥം. ഇതാണ് എത്രാമത്തെ പേര് നമ്മൾ പറഞ്ഞത്? മുഹമ്മദ്, മഹ്മദ് അടക്കം 6ാമത്തെ പേര്. മറ്റൊരു പേരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ലിഅന്നഹു തവ്വാബുൻ കസീർ അർജൂഉ ഇലല്ലാഹി തആല, അവിടുന്ന് അള്ളാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്ത് മടങ്ങുന്ന നബിയായിരുന്നു. ഒരു സദസ്സിൽ നിന്ന് അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വഹാബത്ത് കൗണ്ട് ചെയ്യാറുണ്ടായിരുന്നു. എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 100. അതല്ലെങ്കിൽ ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ 100ൽ താഴെ. അപ്പൊ നബി സല്ലല്ലാഹു ഒരു സദസ്സിൽ, ഒരു മജ്ലിസിൽ അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറയുന്നതാണ്. അപ്പൊ ഒരു ദിവസത്തിൽ എത്രയായിരിക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളമായി അള്ളാഹുവിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. നബി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ, സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പാണെന്ന് വാഗ്ദാനം നൽകിയ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയതും തൗബ ചെയ്തതും. ആ അർത്ഥത്തിലാണ് നബിയു തൗബ, തൗബയുടെ നബി. മാത്രമല്ല, നബിയു തൗബ എന്ന പേര് മുസ്ലിം ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അവിടുത്തെ ഇസ്തിഗ്ഫാർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് കൊണ്ട് അവരിൽ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ ശഫാഅത്തിനാൽ, നബിയുടെ ഇസ്തിഗ്ഫാറിനാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ സഹാബത്തിന് പലർക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം തേടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അവിടുന്ന് ശഫാഅത്ത് ചോദിക്കുന്നതാണ്. അവരുടെ തൗബയും പാപമോചനവും സ്വീകരിക്കാൻ ഒരു പക്ഷേ അത് കാരണമാകും. അപ്പൊ നബിയു തൗബ എന്ന നബിയുടെ ഈ പേരിന്റെ അർത്ഥം ഇതാണ്. അവസാനമായി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയുർ റഹ്മ, അവിടുന്ന് കാരുണ്യത്തിന്റെ നബിയാണ്. അതെല്ലാവർക്കും സുപരിചിതമായ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണമാണ്. നബിയെ പറ്റി അള്ളാഹു പറഞ്ഞു, വകാന ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം, അവിടുന്ന് മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം ദയയും കാരുണ്യമുള്ള റസൂലാണ്. അവിടുത്തെ നിയോഗത്തെ പറ്റി പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ റസൂലെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. അവിടുന്ന് കാരുണ്യത്തിന്റെ റസൂലാണ്. സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോയ, നരകത്തിൽ നിന്ന് നമുക്കൊരു പോറലുമേൽക്കാതെ രക്ഷാമാർഗം വിശദീകരിച്ചു തന്ന, ഹിദായത്തിലേക്ക് നമുക്ക് കാരുണ്യത്തിന്റെ വഴി പറഞ്ഞു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ ഉമ്മത്തി ഉമ്മത്തി എന്ന് ഉമ്മത്തിനോടുള്ള കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ പ്രകടഭാവം പ്രകടിപ്പിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളിൽ ആ ഉമ്മത്തിനു വേണ്ടി ശുപാർശ ചെയ്യുന്ന റസൂൽ, ഇതൊക്കെ അവിടുന്ന് കാരുണ്യത്തിന്റെ നബിയാണ് എന്നറിയിക്കുന്ന വിശേഷണങ്ങളാണ്. ഇതാണ് ഖുർആനിലും സുന്നത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി സ്ഥിരപ്പെട്ട പേരുകൾ. എത്ര പേര് എപ്പോഴും പറഞ്ഞു? എത്രണ്ണം പറഞ്ഞു? 8 പേരുകൾ പറഞ്ഞു. ഇതല്ലാത്ത പേരുകളൊന്നും അവിടുത്തെ പേരുകളായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ പേര് നമ്മൾ പറഞ്ഞു മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന പേര് പണ്ഡിതന്മാർ പറയുന്നു, നബിയുടെ ജനനത്തിന് മുമ്പ് അറബികൾക്കിടയിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഈ പേര് പ്രചരിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അറബികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് ഇങ്ങനെ ഒരു പേര് കാണാൻ സാധിക്കുകയില്ല. ചിലർ പറഞ്ഞു, നബിയുടെ നുബുവത്തിന്റെ റിസാലത്തിന്റെ ആഗമനം അതിനെപ്പറ്റി അറിഞ്ഞിരുന്ന, അതായത് തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ നബിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, ഇത് മനസ്സിലാക്കിയിരുന്ന ജൂത നസാറ പുരോഹിതന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈസാ നബി സമൂഹത്തോട് പറയുന്നുണ്ട് അഹ്മദ് എന്നാണ് പേര്. തൗറാത്തിലും ഇഞ്ചീലും നബിയുടെ പേരുണ്ട്, വിശേഷണങ്ങളുണ്ട്.
നബി എവിടെ നിന്ന് വരുന്നു, ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നു, എല്ലാം അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതറിയാമായിരുന്ന ജൂത നസാറ പുരോഹിതന്മാർ അവരുടെ സന്താന പരമ്പരയിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു നബി വരണമെന്ന ആഗ്രഹത്താൽ അവരുടെ മക്കൾക്ക് പലർക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട്, നബിയുടെ നുബുവത്തിനോട് അടുത്ത കാലഘട്ടത്തിൽ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ അപൂർവങ്ങളായി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന പേര് പലരും മുൻപ് സ്വീകരിച്ചിട്ടുള്ളത്, അവിടുത്തെ ജനനത്തിന് മുമ്പ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ വന്നപ്പോൾ ജൂത നസാറാക്കൾ, വേദക്കാർ അവർ നബിയെ നിഷേധിക്കുകയുണ്ടായി. അതാണ് യാഥാർത്ഥ്യം. അവർ വിചാരിച്ച അവരുടെ വംശപരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറവി ഉണ്ടായില്ല എന്നതാണ്. അവർക്ക് നബിയെ ഖുർആൻ പറഞ്ഞതുപോലെ, ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാമായിരുന്നിട്ടും അവർ നബിയെ കളവാക്കി. ശരി, അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദുൻ ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം വഹാഷിം മിൻ ഖുറൈശ് വഖുറൈശും മിനൽ അറബ് വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി വഅലാ നബിയിനാ അഫ്ളലുസ് സ്വലാത്തി വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ചരിത്രത്തിൽ പറയുന്നു, നബിയുടെ പിതാവിന് അദ്ദേഹം മരണപ്പെടുമ്പോഴുള്ള വയസ്സ് 25 വയസ്സ് ആയിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അല്ലാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തന്റെ മാതാവ് ഗർഭം ധരിച്ചിരിക്കവെയായിരുന്നു അവിടുത്തെ പിതാവിന്റെ മരണം. യതീമായിട്ടായിരുന്നു അവിടുത്തെ ജനനം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സ് അതല്ലെങ്കിൽ 6 വയസ്സ്, 2 അഭിപ്രായമുണ്ട്. 4 or 6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ ഉമ്മയും മരണപ്പെട്ടു. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, ഒരു യാത്രാമധ്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടത്. അപ്പോൾ അവരുടെ കൂടെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഒരു വൃദ്ധയാണ് കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം നബിയുടെ ഉമ്മായുടെ മരണത്തിന് ശേഷം നബിയുടെ പിതാമഹനായ ഉപ്പായുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ വല്ലിപ്പയും മരണപ്പെട്ടു. പിന്നീട് ഉപ്പായുടെ സഹോദരൻ പിതൃവ്യൻ അബൂ താലിബായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫാലത്ത്, അവിടുത്തെ പരിപാലനം ഏറ്റെടുത്തത്. അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോക്കൽ ഗാർഡിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം നൽകാത്ത പിതാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്നു ദബീഹൈൻ എന്നൊരു വിശേഷണമുണ്ട്. ഇബ്നു ദബീഹൈൻ, 2 അറുക്കപ്പെടാൻ നിശ്ചയിച്ച ആളുകളുടെ മകൻ എന്ന പേരുണ്ട് നബിക്ക്, ഇബ്നു ദബീഹൈൻ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കവേ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള, അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച നോക്കുകയുണ്ടായി, നോൽക്കുകയുണ്ടായി. അദ്ദേഹം അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച നിശ്ചയിച്ചു. എനിക്ക് 10 മക്കളുണ്ടെങ്കിൽ, എനിക്ക് 10 മക്കൾ ഉണ്ടാകുകയാണെങ്കിൽ 10 മക്കളിൽ ഒരാളെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ബലിയെറുക്കും എന്ന് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി പോലും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 10 മക്കളെ സമ്മാനിച്ചു. 10 മക്കളുണ്ടായി. 10 മക്കളിൽ ഒരാളെ അറുക്കാനാണ് നേർച്ചയാക്കിയത്. ആരെ അറുക്കും? അദ്ദേഹം നറുക്കിട്ടു. നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളക്കായിരുന്നു. പക്ഷേ ഖുറൈശി പ്രമുഖന്മാരും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും അബ്ദുള്ളയെ നബിയുടെ പിതാവിനെ അറുക്കുന്നതിന് പകരം 100 ഒട്ടകത്തെ ബലിയെറുക്കാൻ പകരമായി നിശ്ചയിച്ചു. അത് അവർക്കിടയിൽ ഇത്തിഫാഖായി. അന്ന് ഇസ്ലാമില്ല, ജാഹിലിയത്താണ്. അന്ന് ഖുറൈശികൾ അവർക്കിടയിൽ നിലനിന്ന സമ്പ്രദായങ്ങളും അതല്ലെങ്കിൽ മുൻകാല വേദങ്ങളിൽ നിന്ന് ബാക്കി അവശേഷിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യവസ്ഥിതികളുമാണ് അവിടുത്തെ ദീൻ, അവിടുത്തെ ആചാരം, അവിടുത്തെ അനുഷ്ഠാനം. അപ്പൊ അങ്ങനെ നാട്ടിലെ ഖുറൈശി പ്രമുഖന്മാരും കുടുംബക്കാരും എല്ലാം യോജിച്ച് ഇത്തിഫാഖിലായി അബ്ദുള്ളയെ അറുക്കുന്നതിന് പകരം 100 ഒട്ടകങ്ങളെ ബലിയെറുത്ത് ആ നേർച്ച നിറവേറ്റിയെന്നാണ്.
അങ്ങനെയാണ് നബിയുടെ പിതാവ് അബ്ദുള്ള ചെറുപ്പത്തിൽ അറുക്കപ്പെടാതെ പോയത്. ഇതുപോലെ നബിയുടെ ഒരു പിതാവ് അറുക്കപ്പെടാൻ നിശ്ചയിച്ച പിതാവ് ആരാണ്? ഇസ്മായിൽ നബി. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അറുക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. പിന്നീട് ആ അറവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബലിമൃഗത്തെ നൽകി പകരമായി നിശ്ചയിച്ച് അള്ളാഹു ആ കൽപ്പന ദുർബലപ്പെടുത്തി. അപ്പൊ അറുക്കപ്പെടാൻ നിശ്ചയിച്ച 2 ദബീഹകളുടെ അറുക്കാൻ നിശ്ചയിച്ച പിതാക്കന്മാരുടെ മകൻ ഇബ്നു ദബീഹൈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പേരുണ്ട്. ഇത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്നുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ലഖബാണ്. കുഞ്ഞത്തല്ല, അഫൻ, ലഖബാണ്, ഒരു സ്ഥാനപ്പേരാണ്. അബ്ദുൽ മുത്തലിബിന്റെ ശരിക്കുള്ള പേരെന്താ? ഷൈബ എന്നാണ് പേര്. ഷൈബ എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ ശരിക്കുള്ള പേര്. അബ്ദുൽ മുത്തലിബ് മക്കയിലെ ഖുറൈശി പ്രമുഖനായിരുന്നു, പ്രമാണിയായിരുന്നു, നേതാവായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ പിതാവായിരുന്നു ഹാഷിം, അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം. ഹാഷിം എന്നതും അദ്ദേഹത്തിന്റെ ലഖബായിരുന്നു, സ്ഥാനപ്പേരായിരുന്നു. ഹാഷിം എന്ന നബിയുടെ 2ാമത്തെ വല്ലിപ്പാന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? അമ്ര എന്നായിരുന്നു. അമ്ര. ഹാഷിം എന്ന അദ്ദേഹത്തിന് പേര് കിട്ടിയതിന്റെ ചരിത്രത്തെപ്പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഖുറൈശികൾ പൊതുവെ അറബികളുടെ കൂട്ടത്തിൽ നല്ല ഉദാരതയും ദാനബോധമൊക്കെ ഉള്ള ആളുകളെ നന്നായി സഹായിക്കുന്ന, കൈയഴച്ച് ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുന്ന വിഭാഗമായിരുന്നു. അക്കൂട്ടത്തിൽ ഖുറൈശികളിൽ നബിയുടെ 2ാമത്തെ വല്ലിപ്പ ഹാഷിം എന്ന സ്ഥാനപ്പേര് ലഭിച്ച അമ്ര, അദ്ദേഹം അവിടെ മക്കയിൽ വരുന്ന യാത്രാ സംഘങ്ങൾക്ക്, അതല്ലെങ്കിൽ കഅബ സന്ദർശിക്കാൻ വരുന്നവർക്ക്, ജാഹിലിയത്തിലെ ഹജ്ജിന് വേണ്ടി എത്തുന്ന ആളുകൾക്ക് റൊട്ടിയും മറ്റുമെല്ലാം റൊട്ടി ഉണ്ടാക്കിയിട്ട് ഈ റൊട്ടി അവരുണ്ടാക്കുന്നൊരു പ്രത്യേകതരം കറിയിൽ പൊടിച്ചിടും. ഈ പൊടിക്കുന്നതിനാണ് ഹാഷിം എന്ന് പറയാം. ഹാഷിമിന് പല അർത്ഥമുണ്ട്. അതിലൊരർത്ഥം ഈ റൊട്ടി ഉണ്ടാക്കിയിട്ട് ആ റൊട്ടി കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അത് ചാറിലേക്ക് ഇങ്ങനെ പൊടിച്ചിടുന്ന ആള് എന്ന അർത്ഥത്തിലാണ് ഹാഷിം എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഏത് പ്രയാസമുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ക്ഷാമകാലഘട്ടത്തിലാണെങ്കിലും വരുന്ന അതിഥികളെ എങ്ങനെ സൽക്കരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഹാഷിം, റൊട്ടി പൊടിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലുള്ള പേര് ലഭിച്ചത്. ആർക്ക്? നബിയുടെ 2ാമത്തെ വല്ലിപ്പ ഹാഷിം. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അമ്ര എന്നായിരുന്നു. ഈ ഹാഷിം നബിയുടെ 2ാമത്തെ വല്ലിപ്പയായ ഹാഷിമിലേക്ക് ചേർത്തിട്ടാണ് നബിയുടെ ഗോത്രത്തെ, നബിയുടെ വംശത്തെ, നസബിനെ ബനു ഹാഷിം എന്ന് പറയല്. ബനു ഹാഷിം, അതായത് നബിയുടെ 2ാമത്തെ വല്ലിപ്പ ഹാഷിം എന്ന അമ്ര, അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കൾ അവിടുന്ന് അങ്ങോട്ടാണ് ബനു ഹാഷിം ആരംഭിക്കുന്നത്. അവരെയാണ് ബനു ഹാഷിം എന്ന് പറയുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മസാലുണ്ട്. ഈ ബനു ഹാഷിമിൽ ആണ് ആരുപെടുക? അഹ്ലുബൈത്ത്, തങ്ങന്മാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ തങ്ങന്മാര് അഹ്ലുബൈത്ത്, ആലുബൈത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇബ്രാഹിമിയ സ്വലാത്തുൽ ദുആ ചൊല്ലില്ലേ, അല്ലാഹുവേ മുഹമ്മദ് നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആലിനും, അതായത് അവിടുത്തെ അഹ്ൽ. ആരാണ് ഈ അഹ്ലുബൈത്ത്? ആരാണ് ഈ ആലുബൈത്ത്? നമ്മൾ മനസ്സിലാക്കണം. ബനു ഹാഷിം മുതലാണ് ആലുബൈത്ത് തുടങ്ങുന്നത്. ബനു ഹാഷിം അതായത് നബിയുടെ കുടുംബ പരമ്പരയിൽ അവരോട് ഏറ്റവും അടുത്തവർ, അവരാണ് ആലുബൈത്തിൽപ്പെടുക. ആലുബൈത്തിൽ 3 വിഭാഗം ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും നബിയുടെ മക്കളുടെ മക്കളും, അവരാണ് ആലുബൈത്തിൽ, അഹ്ലുബൈത്തിൽ ഒന്നാമതായി പെടുക. ആരൊക്കെയാണ് നബിയുടെ മക്കൾ? നബിക്ക് എത്ര മക്കളുള്ളത് നമുക്കറിയോ? നബിക്ക് എത്ര മക്കളുള്ളത്? എത്ര മക്കളാ? 7. അഭിപ്രായ വ്യത്യാസമുണ്ടോ? കാക്ക പറഞ്ഞ 7. 6. ഇനിയുണ്ടോ? 7 മാറും. ഏതാണ് ശരി? 6. 7 മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അതിൽ എത്ര പെൺമക്കളുണ്ട്? 4 പെൺമക്കൾ. എത്ര ആൺമക്കളുള്ളത്? 3 ആൺമക്കളുള്ളത്. ആരൊക്കെയാണ് പെൺമക്കൾ? ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസൂം, സൈനബ്. ഫാത്തിമ, ആരും മറക്കരുത്, ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസൂം, സൈനബ്. ഇവരാണ് നബിയുടെ 4 പെൺമക്കൾ.
ആരൊക്കെയാണ് നബിയുടെ 3 ആൺമക്കൾ? അൽ ഖാസിം, അബുൽ ഖാസിം എന്ന നബിയുടെ കുഞ്ഞത്താണ്. അൽ ഖാസിം ശ്രദ്ധിക്കണം, അബ്ദുള്ള എന്ന നബിയുടെ 2ാമത്തെ മോനാണ്. പിന്നെ ആരാണ്? ഇബ്രാഹിം. ഇബ്രാഹിം എന്നത് നബിയുടെ 3ാമത്തെ മോനാണ്. അപ്പൊ നബിക്ക് മൊത്തം 7 മക്കൾ: ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസൂം, സൈനബ്. 4 പെൺമക്കൾ: ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. 3 ആൺമക്കൾ. ഇതിൽ ഇബ്രാഹിം അല്ലാത്ത ബാക്കി എല്ലാ മക്കളും 6 മക്കൾ ഖദീജ ബീവിയിലുള്ള മക്കളാണ്. ഇബ്രാഹിം അല്ലാത്ത ബാക്കി 6 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയിൽ ജനിച്ച മക്കളാണ്. ഇബ്രാഹിം ആകട്ടെ മാരിയത്തുൽ ഖിബ്തിയയിൽ ജനിച്ച മകനാണ്. ഇതിലാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ബാക്കിയായത്? നബി മരിച്ചതിന് ശേഷം ജീവിച്ചത് പിന്നെ ആരാണ്? ഫാത്തിമ ബീവി മാത്രം റളിയല്ലാഹു അൻഹ. ബാക്കി എല്ലാ മക്കളും, ഫാത്തിമ ബീവി ഒഴിച്ചുള്ള ബാക്കി 6 മക്കളും അവിടുത്തെ ജീവിതകാലത്ത് മരണപ്പെട്ടു. എന്തായിരിക്കും പ്രയാസം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മളൊക്കെ അനുഭവിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രയാസവും പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ട ചരിത്രങ്ങളിൽ ഏറ്റവും പ്രയാസവും പ്രതിസന്ധി പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചവർ അനുഭവിച്ച പരീക്ഷണങ്ങളും പ്രയാസങ്ങളും. നബി ജനിച്ചത് യത്തീമായിട്ടു. 4 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 6 വയസ്സുള്ളപ്പോൾ ഉമ്മ മരിച്ചു, പിന്നെ വല്ലിപ്പ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നമ്മൾ നബിയുടെ ചരിത്രത്തിലേക്ക് വരും. ഖദീജ ബീവി, അബൂ താലിബാണ് നബിയെ രണ്ടുപേരും അടുത്തടുത്ത് മരണപ്പെട്ടു. മക്കൾ ജീവിച്ചിരിക്കവേ 6 മക്കളെ നബി സ്വന്തം കൈകൊണ്ട് മറമാടുകയാണ്, കബറിലേക്ക് വെക്കുകയാണ്. ആകെ ഒരു മോള് മാത്രമാണ് ബാക്കിയായത്. ആൺമക്കൾ ബാക്കിയില്ല അനന്തരവന്മാരായിട്ട്. എത്ര പരീക്ഷണം അതിനിടക്ക് യുദ്ധങ്ങൾ, എത്ര യുദ്ധങ്ങൾ. ഹിജറ, ഭ്രാന്തൻ, സാഹിർ, മാരണക്കാരൻ, കവി, കള്ളൻ, സാബിർ, എന്തൊക്കെ ആക്ഷേപങ്ങൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അമ്പിയാക്കളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ ലോകത്ത് മറ്റൊരു ജനങ്ങളുമില്ല. അവരെക്കാൾ അള്ളാഹു പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വാർത്തെടുത്തവർ, പൊന്നുരുക്കുന്നത് പോലെ വാർത്തെടുത്തവർ മറ്റാരുമില്ല. അതുകൊണ്ട് നമുക്കുള്ള പരീക്ഷണങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകും, നമ്മൾ എന്താണ് അനുഭവിക്കുന്ന സഹോദരങ്ങളെ? ഉണ്ടാകുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ ഒന്ന് തട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പരീക്ഷണങ്ങളുടെ ലഘൂകരണം ആസ്വദിക്കുക എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിലൂടെയാണ് നബിയുടെ ആലുബൈത്ത് വികസിച്ചത്. വേറൊരു ആൺമക്കൾ നബിയിലില്ല. നബിക്ക് ശേഷം ഇല്ല എന്നല്ല, ബാക്കിയായിട്ടില്ല. അവരൊക്കെ നബിയുടെ കാലത്ത് തന്നെ മരിച്ചു. ഫാത്തിമ ബീവിക്ക് എത്ര മക്കളാ? 2 മക്കൾ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നബിയുടെ പേരമക്കളായ ഹഫീദാൻ. അവരിൽ നിന്നാണ് ആലുബൈത്ത്, അഹ്ലുബൈത്തിന്റെ വളർച്ചയും വികാസവും. മനസ്സിലായോ? ഇങ്ങനെയാണ് നബി കുടുംബം വികസിക്കുന്നത്. അപ്പൊ ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലുബൈത്തിൽ, അഹ്ലുബൈത്തിൽ 1ാമത്തെ വിഭാഗം. നബിയുടെ മക്കളും പേരമക്കളും. നബിയുടെ മക്കളും പേരമക്കളും. ആ പരമ്പരയിലേക്ക് ശരിയായ സനദോടെ, ശരിയായ പരമ്പരയോടെ, സ്വീകാര്യയോഗ്യമായ, വിശ്വാസയോഗ്യമായ സിൽസിലയിൽ എത്തുന്നവർ അഹ്ലുബൈത്തിൽ ഗണിക്കപ്പെടും. ആലുബൈത്തിൽ ഗണിക്കപ്പെടും. ഇന്നും അങ്ങനെയുള്ളവർ ലോകത്തിന്റെ നാനാദിക്കുകളിലും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാരെ ഏതാ വകുപ്പ് എനിക്കറിയില്ല, അതിനോട് ചോദിക്കരുത്. അങ്ങനെയുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ലോകത്തിന്റെ നാനാദിക്കുകളിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ കുടുംബം, അതിൽപ്പെടുന്ന ആലുബൈത്തിൽ, അഹ്ലുബൈത്തിൽ പെടുന്ന 1ാമത്തെ വിഭാഗം അവിടുത്തെ മക്കളും പേരമക്കളുമാണ്. ആ സന്താന പരമ്പരയിൽ പിന്നീട് അങ്ങോട്ട് വരുന്നവരെല്ലാം അഹ്ലുബൈത്തായി പരിഗണിക്കപ്പെടും. അതുപോലെ തന്നെ 2ാമത്തെ വിഭാഗം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മുഅ്മിനീങ്ങളുടെ മാതാക്കളായ നബിയുടെ പ്രിയ പത്നിമാരാണ് അഹ്ലുബൈത്തിൽ, ആലുബൈത്തിൽ വരുന്ന 2ാമത്തെ വിഭാഗം. എത്ര ഭാര്യമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്? എത്ര പേരാം? 11 പേര്. അതിൽ 9 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെടുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 2 പേർ നബിയുടെ ജീവിതകാലത്ത് തന്നെ മരിച്ചവരാണ്. നബിയുടെ ജീവിതകാലത്ത് മരിച്ച ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നീട് മരിച്ചത് ആരാണ്?
അയ്വ ഉമ്മുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ മാതാവ് എന്ന സ്ഥാനപ്പേരുള്ള സൈനബ് ബിൻത്ത്, ഏത് സൈനബ്? 2 സൈനബ് ഉണ്ട് നബിക്ക്, 2 ഭാര്യമാരുണ്ട് സൈനബ് എന്നുള്ള പേര്. അല്ല, ഏത് സൈനബ? സൈനബ് ബിൻത്ത് ഹുസൈമ. സൈനബ് ബിൻത്ത് ഹുസൈമ ഉമ്മുൽ മസാക്കീൻ എന്നതാണ് അവരുടെ സ്ഥാനപ്പേര്. അവരാണ് നബിയുടെ ജീവിതകാലത്ത് മരിച്ച 2ാമത്തെ ഭാര്യ. ഖദീജ ബിൻത്ത് ഖുവൈലിദും സൈനബ് ബിൻത്ത് ഹുസൈമ ഉമ്മുൽ മസാക്കീൻ റളിയല്ലാഹു അൻഹുമ. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ടതിന് ശേഷം നബി മരിക്കുമ്പോൾ ജീവിച്ചിരുന്ന നബിയുടെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിൻത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായിരുന്നു ഹഫ്സ ബിൻത്ത് ഉമർ റളിയല്ലാഹു അൻഹ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകളായ ഹഫ്സ. മറ്റൊരു ഭാര്യയായിരുന്നു മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ, മൈമൂന. മറ്റൊരു ഭാര്യയായിരുന്നു സഫിയ ബിൻത്ത് ഹുയൈ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹ, സഫിയ. മറ്റൊരു ഭാര്യയായിരുന്നു ഹിന്ദ്. ഹിന്ദ് എന്ന് പറഞ്ഞാരാ? ഹിന്ദ് എന്നുള്ളത് ആണ് പിന്നെ നബിയുടെ ഭാര്യയുടെ ശരിക്കുള്ള പേര്. പക്ഷെ അവരൊരു പുണ്യത്തിലാണ് അറിയപ്പെടുക. ഉമ്മു സലമ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം അബൂ സലമയേക്കാൾ ഖൈറായ ആരാണ് എനിക്ക് കിട്ടുക? എനിക്ക് അദ്ദേഹത്തെക്കാൾ ഖൈറായ ആളെ പകരം തരണമേ എന്ന അവർ ദുആ ചെയ്തു. അവർ ചിന്തിക്കുകയും ചെയ്തു, അബൂ സലമയേക്കാൾ ശ്രേഷ്ഠനായ വേറെ ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. ആ ദുആ അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബിയാണ് അവരെ വിവാഹം ചെയ്തത്. ഉമ്മു സലമ ഹിന്ദ് ബിൻത്ത് അബി ഉമയ്യ അൽ മഖ്സൂമിയ റളിയല്ലാഹു അൻഹ. ഹിന്ദ് എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. മറ്റൊരു ഭാര്യ സൈനബ് ബിൻത്ത് ജഹ്ഷ്. സൈനബ് എന്ന പേരിൽ ഞാൻ നേരത്തെ നബി ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ട പിന്നെ ഭാര്യയുടെ പേര് പറഞ്ഞു, സൈനബ് ബിൻത്ത് ഹുസൈമ. ഇത് സൈനബ് ബിൻത്ത് ജഹ്ഷ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യ. ഇപ്പൊ എത്ര ഭാര്യമാരായി എണ്ണിയോ? ഇനി പറയാനുള്ള ജുവൈരിയ ബിൻതുൽ ഹാരിസ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പേര് ബർറ എന്നായിരുന്നു. ബർറ, സുഹൃതവതി, അല്ലെങ്കിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു തരം പേരാണ്. അവർ നമ്മൾ പുണ്യാളത്തി എന്നൊക്കെ പറയില്ലേ, സുഹൃതവതി, നന്മ മാത്രം ചെയ്യുന്നവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് തിരുത്തി. അങ്ങനെ ഒരാൾക്ക് അവരുടെ ഭാവി പതിച്ചു നൽകുന്ന രൂപത്തിലുള്ള അങ്ങനെ പുകഴ്ത്തുന്ന പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബിയെ തിരുത്തി ജുവൈരിയ എന്ന് അവർക്ക് പേര് വെച്ചു. നല്ല പേരുകൾ വെക്കണ്ടെന്നല്ല, പക്ഷേ നമ്മൾ അവരുടെ ഭാവി എന്താണെന്ന് അറിയാതെ അവരുടെ ഭാവിയെ പ്രവചിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജുവൈരിയ എന്നാണ് അവരുടെ ബർറ എന്ന ആദ്യ പേര് മാറ്റി നബി പേര് വെച്ചത്. മറ്റൊരു ഭാര്യയാണ് റംല. നബിയുടെ മറ്റൊരു ഭാര്യയുടെ പേരാണ് റംല. ഇവരും കുഞ്ഞത്തിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ബദറിലും മറ്റൊക്കെ നമുക്കറിയാം ചരിത്രം. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. ഫത്ഹ് മക്കയ്ക്ക് ശേഷം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആര്? റംല ബിൻത്ത് അബി സുഫിയാൻ. അവരുടെ കുഞ്ഞത്ത് ഉമ്മു ഹബീബ എന്നാണ്. ഉമ്മു ഹബീബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 9 പേരായില്ലേ? സൗദ പറഞ്ഞില്ലേ? സൗദ, അതാണ് 9ാമത്തെ ഭാര്യ. സൗദ ബിൻത്ത് സഫിയ പറഞ്ഞില്ലേ? സഫിയ ബിൻത്ത് ഹുയൈ ഇബ്നു അഖ്തബ് പറഞ്ഞു. ഹഫ്സ പറഞ്ഞു. സൗദയാണ് ഇനി പറയാൻ ബാക്കിയുള്ള ഭാര്യ, സൗദ ബിൻത്ത് ജംഅ റളിയല്ലാഹു അൻഹ. ഇവരാണ് നബിയുടെ 9 ഭാര്യമാർ. അവിടുന്ന് വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന 9 ഭാര്യമാർ. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. ആയിഷ, മൈമൂന, സഫിയ, ഹഫ്സ, ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഉമ്മു സലമ, പിന്നെ സൈനബ് ബിൻത്ത് ജഹ്ഷ്, മറ്റൊരു ഭാര്യ
മരിച്ച ഭാര്യ സൈനബ് ബിൻത് ഖുസൈമ, ജുവൈരിയ, റംല എന്ന ഉമ്മു ഹബീബ, സൗദ, പിന്നെ ഖദീജ ബിൻത് ഖുവൈലിദ്. ഇതാണ് നബിയുടെ 11 ഭാര്യമാർ. ഇവരും ആലുബൈത്തിലെ വിഭാഗമായി പരിഗണിക്കപ്പെടും. അതിനെന്താ തെളിവ്? അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ് തെളിവ്. ഈ ആയത്ത് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബിയുടെ ഭാര്യമാർ, പെൺമക്കൾ, മുഅ്മിനീങ്ങളുടെ മാതാക്കൾ, അവരെ വിളിച്ചു പറയണം, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കണം. നിങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ വീടിന്റെ പുറത്തിറങ്ങരുത്. മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും സുഹൃതവതികളായ മുഅ്മിനീങ്ങളുടെ മാതാക്കളോടുള്ള കൽപ്പന, വീട്ടിലടങ്ങിയിരിക്കണം പെണ്ണുങ്ങളെയെന്ന്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങൾ അജ്ഞാന കാലഘട്ടത്തിലെ ജാഹിലിയത്തിലെ സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ച് പുരുഷന്മാർക്കിടയിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത് പോലെ നടക്കരുത്. ഈ ആയത്തിന് വിശദീകരിക്കുക പണ്ഡിതന്മാർ പറയുന്നു, ജാഹിലിയത്തിലെ സ്ത്രീകൾ അവർ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നു, അതല്ലെങ്കിൽ വസ്ത്രം അഴിച്ചിരുന്നു എന്നതല്ല. അതിനപ്പുറത്ത് പുരുഷന്മാർക്കിടയിൽ തങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ആകർഷണീയതൊക്കെ അറിയിച്ച് പുരുഷന്മാർക്കിടയിൽ ഇടകലരുന്നു എന്നതായിരുന്നു അവരെ ഏറ്റവും വലിയ പോരായ്മ, ജാഹിലിയത്തിലെ സ്ത്രീകളെ. അല്ലാതെ ജാഹിലിയത്തിലെ സ്ത്രീകളെ അജ്ഞാന സൗന്ദര്യ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവസ്ത്രരായി നടക്കുക എന്നുള്ളതല്ല. അതിലേറ്റവും പ്രകടമായ കാര്യം പുരുഷന്മാർക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ശ്രദ്ധ ആകർഷിക്കാൻ നടക്കുന്നുള്ളതാണ്. ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? വീട്ടിൽ അടങ്ങിയിരിക്കാൻ വയ്യ പെണ്ണുങ്ങൾക്ക്. വീട്ടിന് പുറത്തിറങ്ങിയാൽ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനയാണത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, അജ്ഞാന കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനവും അഴിഞ്ഞാട്ടവും സ്ത്രീ പുരുഷ സങ്കലനവും നിങ്ങൾ ചെയ്യരുത്. എന്നിട്ട് പറയാണ്, ആദ്യം അതാ പറഞ്ഞത്, വീട്ടിലടങ്ങിയിരുന്ന് സൗന്ദര്യം അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ പുരുഷന്മാരുമായി കൂടിക്കലരാതെ നിങ്ങൾ മാന്യത പ്രകടിപ്പിക്കണം. വഅഖിംന സ്വലാ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. വആതീന സക്കാ, നിങ്ങൾ സക്കാത്ത് അത് കൊടുക്കാൻ യോഗ്യരാണെങ്കിൽ കൃത്യമായി സക്കാത്ത് നിർവഹിക്കണം. വഅതിഅന്നല്ലാഹ വറസൂല, ആരെക്കാളും നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കണം. ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം കുടുംബക്കാരെയും അനുസരിക്കുന്നതിനപ്പുറത്ത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്നവരാകണം. ഇതൊക്കെ ആരെ മുൻനിർത്തിയിട്ടാ പറയുന്നത് നോക്കൂ നിങ്ങൾ. ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടുള്ള, ഇനി ജനിക്കാനിരിക്കുന്ന സ്ത്രീകളിൽ, മഹിളാരത്നങ്ങളിൽ ഏറ്റവും സുഹൃതവതികളും പുണ്യവതികളും ഉത്തമ മാതൃകകളുമായ ഉമ്മഹാത്തുൽ മുഅ്മിനീനോടാണ് ഈ പറയുന്നത്. നമ്മുടെ ഉമ്മമാരോടാണ് പറയുന്നത്, നബിയുടെ പത്നിമാരോടാണ് ഈ പറയുന്നത്. വഅതിഅന്നല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാകണം. എന്നിട്ട് അള്ളാഹു പറയണേ, എന്തിനാണെന്നറിയോ ഈ കൽപ്പനകളൊക്കെ നിങ്ങളോട് പറഞ്ഞത്? വീട്ടിലടങ്ങിയിരിക്കണം, സൗന്ദര്യ പ്രകടനം നടത്തരുത്, ആണുങ്ങളുമായി കൂടിക്കലരുത്, നിസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നവരാകണം എന്നെന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ്. ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ പറയും, ഫെമിനിസ്റ്റ് ചിന്താഗതി തലയിൽ കയറിയ മുസ്ലിം ഉമ്മത്തിലെ പെൺകൊടികൾ പറയും, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, ഞങ്ങൾക്ക് സമത്വം വേണ്ടേ, ജെൻഡർ ന്യൂട്രാലിറ്റി വേണ്ടേ, ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് പോലെയുള്ള അവകാശങ്ങൾ വേണ്ടേ, ഞങ്ങൾ അബലകളാണോ, ഞങ്ങൾ അടിമകളാണോ, ഞങ്ങൾ പുരുഷന്മാരുടെ ഉപഭോഗ വസ്തുക്കൾ മാത്രമാണോ, കുടുംബത്തിൽ അടുക്കളയുടെ അടിത്തട്ടിൽ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടവരാണോ ഞങ്ങൾക്കും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങണ്ടേ എന്നാണ് ചോദ്യം. അള്ളാഹു പഠിപ്പിച്ച ന്യായം എന്താണെന്നറിയുമോ? സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ച റബ്ബ് സ്ത്രീകൾക്ക് വേണ്ടത് എന്താണ്, പുരുഷന്മാർക്ക് വേണ്ടത് എന്താണെന്ന് അറിയുന്ന റബ്ബ് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ്. സ്ത്രീകളെ, മുഅ്മിനീങ്ങളായ സ്ത്രീകളെ, നിങ്ങളിൽ നിന്ന് മാലിന്യം അകറ്റാൻ. റിജ്സ് എന്നുള്ള പ്രയോഗം നജസിനാണ് പറയാ. മാലിന്യം, ദുഷ്ടതകൾ, ദുഷ്ടക്കണ്ണുകൾ, നിങ്ങളെ നയനസുഖത്തിനു വേണ്ടി ആസ്വദിക്കുന്ന കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന കണ്ണിന്റെ വ്യഭിചാരികളുടെ നോട്ടത്തിൽ നിന്ന് വരെ നിങ്ങളെ സുരക്ഷിതരാക്കാൻ, ആ മാലിന്യത്തിൽ നിന്ന് വരെ നിങ്ങളെ സംരക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കറയും ഒരു നജസും നോട്ടം കൊണ്ടുപോലും നിങ്ങൾ അപഹരിക്കപ്പെടാതിരിക്കാൻ, നോട്ടം കൊണ്ടുപോലും നിങ്ങൾ വ്യഭിചരിക്കപ്പെടാതിരിക്കാൻ
നിങ്ങളെ കൊണ്ടൊരു പുരുഷന്റെ വികാരവും ഇക്കിളിപ്പെടാതിരിക്കാൻ. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർരിജ്സ്, നിങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ, ദുഷ്ടതകൾ, തിന്മകൾ, മോശത്തരങ്ങൾ, പാപക്കറകൾ ഇല്ലാതാക്കാനാണ് അള്ളാഹു ഈ കൽപ്പന കൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹ് പറയാണ്, അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അടിമകളാക്കാനും അബലകളാക്കാനും സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാനോ അല്ല. എന്നിട്ട് പറയാണ് വയുതഹിറകും തത്ഹീറ, അങ്ങനെ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതുപോലെ സംസ്കാര ചിത്തരാക്കി ശുദ്ധീകരിക്കാനും നിങ്ങളെ സ്ഫുടം ചെയ്തെടുക്കാനുമാണ് മുഅ്മിനീങ്ങളായ സ്ത്രീകളെ അള്ളാഹു കൊണ്ട് ഉദ്ദേശിച്ചത്. മുഅ്മിനീങ്ങളായ സകല സ്ത്രീകളും ഈ ആയത്തിലേക്കെങ്കിലും ഒന്ന് മടങ്ങിയെങ്കിൽ, സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്തെങ്കിലും അവരെ നിയന്ത്രിക്കുന്നവർ, അവർക്ക് ചെലവിന് കൊടുക്കുന്നവർ, ആ സമൂഹത്തിന് ഉത്ബോധിപ്പിക്കുന്നവർ ഈ ആയത്തുകളെന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവുകയാണ്. ചെറിയ കുട്ടികളെ വളർന്നു വരുമ്പോൾ തന്നെ ഈ ആയത്തിന്റെ പാഠങ്ങൾ അവരുടെ കാതിൽ കുറുകി കൊടുത്തിരുന്നെങ്കിൽ, അവർ ഹൃദയത്തിൽ കൊത്തിവച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ എവിടെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീന അഹ്ലുൽ ബൈത്താണെന്നുള്ളതിന് തെളിവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ് അഹ്ലൽ ബൈത്ത്, അള്ളാന്റെ റസൂലിന്റെ വീട്ടുകാരെ, അഹ്ലുൽ ബൈത്തുകാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിളിക്കുന്നത്. ഈ അഹ്ലുൽ ബൈത്ത് എന്ന് ഇവിടെ പറഞ്ഞ ആരെ പറ്റിയാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീനെ പറ്റിയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് മാലിന്യം പുരളാതിരിക്കാനുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അപ്പൊ അള്ളാഹു ആയത്തിലൂടെ നബിയുടെ ഭാര്യമാരെ അഹ്ലുൽ ബൈത്ത് എന്ന് വിശേഷിപ്പിച്ചു. ഈ ആയത്താണ് നബിയുടെ ഭാര്യമാർ അഹ്ലു ബൈത്തിൽ പെടും എന്നതിനുള്ള തെളിവ്. ഇനി അഹ്ലു ബൈത്തിൽ പെടുന്ന മൂന്നാമത്തെ വിഭാഗം ബനു ഹാഷിം. നമ്മൾ പറഞ്ഞു ബനു ഹാഷിം, നമ്മൾ ആദ്യത്തെ വിഭാഗത്തിൽ എണ്ണിയത് നബിയും നബിയുടെ പേരമക്കളും അവിടെ നിന്ന് അങ്ങോട്ടുള്ള സന്താന പരമ്പരകൾ. പിന്നെ പറഞ്ഞു നബിയുടെ ഭാര്യമാർ. മൂന്നാമത്തെ വിഭാഗം പിന്നെ ആരാണ്? ബനു ഹാഷിമിൽ പെടുന്ന എല്ലാവരും. ബനു ഹാഷിം മുതലുള്ള നബിയിലേക്ക് എത്തുന്ന എല്ലാവരും. അവിടെ ആര് വരും? നബിയുടെ ഉപ്പാന്റെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളായിട്ടുള്ളവർ പെടും. ആരൊക്കെ ഉണ്ട്? അബൂ താലിബ് മുസ്ലിമായിട്ടുണ്ടോ? ഇല്ല. അബ്ബാസ്, പിന്നെ ഹംസ, അവരൊക്കെ ആലു ബൈത്തിൽ പെടും. അവരുടെ മക്കൾ ജഅഫർ ബിൻ അബി താലിബ്, അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ കുടുംബം, ആലു അലി, ആലു ജഅഫർ, അവരൊക്കെ അബൂ താലിബിന്റെ മക്കളാണ്. അബൂ താലിബിന്റെ മക്കൾ മുസ്ലിമായവരാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ജഅഫർ റളിയല്ലാഹു അൻഹു, അവരുടെ മക്കൾ. അതുപോലെ തന്നെ ആലു ഉഖൈൽ, മറ്റൊരു നബിയുടെ പിതൃവ്യന്റെ മകനാണ് ആലു ഉഖൈൽ, മുസ്ലിമായ. ആലുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മുസ്ലിമായ മറ്റൊരു മകനാണ് അൽ ഹാരിസ്. ഇവരൊക്കെ അപ്പൊ ആലു അലി, ആലു ജഅഫർ, ആലു ഉഖൈൽ, ആലുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഇവരൊക്കെ ബനു ഹാഷിം പരമ്പരയിൽ വരുന്നവരാണ്. നബിക്ക് മേലെ മുസ്ലിമായവരാണ്. മുസ്ലിമാവണം. അബൂ താലിബിനെ നമ്മൾ അഹ്ലു ബൈത്തിലെണ്ണോ? ആപേക്ഷികമായി പറയാം നബിയുടെ എളാപ്പയാണെന്ന്. പക്ഷേ അഹ്ലു ബൈത്തിലെണ്ണോ? ഇസ്ലാം പഠിപ്പിച്ച അഹ്ലു ബൈത്തിന്റെ ആലു ബൈത്തിന്റെ പോലീസ് അവർക്ക് കിട്ടും? ഇല്ല. അവർ മുസ്ലിമീങ്ങളായി മരിച്ചിട്ടില്ല, മുഅ്മിനീങ്ങളായി മരിച്ചിട്ടില്ല. അബ്ദുൽ മുത്തലിബ് നബിയുടെ പരമ്പരയിൽ എണ്ണും. പക്ഷെ അഹ്ലു ബൈത്തിൽ നമ്മൾ പറയോ? ഇല്ല. മുഅ്മിനീങ്ങളാവണം, മുസ്ലിമീങ്ങളാവണം. ഇനി കാലഘട്ടത്തിൽ നേർക്ക് നേരെ നബിയിലേക്ക് സനദത്തെ പരമ്പര വാലായിട്ട് കൊണ്ട് നടക്കുന്ന തങ്ങന്മാര് നബിയുടെ ദീനുമായി, നബി കാഴ്ചവെച്ച സുന്നത്തുമായി ഒരു ബന്ധമില്ലെങ്കിൽ അഹ്ലു ബൈത്തിൽ പെടുവോ? പേരിന് തങ്ങൾ എന്നുള്ള വാലും പട്ടം കെട്ടിയാൽ അതും പെടൂല. പേര് തങ്ങളായിരിക്കും, പരമ്പര ഉണ്ടാവും അവന്റെ വീട്ടില്, അവനത് സർട്ടിഫിക്കറ്റ് പോലെ കൊണ്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ നബിയുമായി, ഇസ്ലാമുമായി ബന്ധമില്ലെങ്കിൽ അവനും ഈ പരിഗണനയിൽപ്പെടുകയില്ല. ഇതാണ് അഹ്ലുബൈത്ത്. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന 3 വിഭാഗക്കാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് അൽ അറബി അൽ ഖുറശി അൽ ഹാഷിമി, ഇങ്ങനെ പേര് പറയാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് കൂടുതൽ വ്യാപകാർത്ഥമുള്ള നസബ് അത് ആദ്യം പറയും. അറബ് വംശത്തിൽപ്പെട്ട എല്ലാവരെയും അറബികൾ എന്ന് പറയും. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽപ്പെട്ട, ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽപ്പെട്ട എല്ലാവരും അറബികളാണ്. ആ അർത്ഥത്തിൽ നബി അറബിയാണ്. അതാണ് ഏറ്റവും വലിയ പരമ്പര, അല്ലെ? അറബി. ഖുറശി, ഖുറൈശ് ഗോത്രമാണ് നബിയുടെ കബീല. ഖുറൈശ് എന്ന് പറഞ്ഞാൽ എന്താണ് ഖുറൈശ്? അത് നമ്മൾ വിശദീകരിച്ചിട്ടില്ല. ബനു ഹാഷിമിൽപ്പെട്ട പരമ്പരയിലാണ് നബിയുടെ ജനനം. അതുപോലെ തന്നെ നബി ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ നബിയുടെ 21 പിതാമഹന്മാരെ നമ്മൾ എണ്ണിയില്ലേ? അതിൽ നബിയുടെ 10ാമത്തെ പിതാമഹനായ ഫഹ്ർ ഇബ്നു മാലിക്,
അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു നദ്ർ ഇബ്നു കിനാന 11ാമത്തെ വല്ലിപ്പ. ഈ രണ്ടാലൊരാളിലേക്ക് ചേർത്തിട്ടാണ് അവരുടെ സന്താന പരമ്പരയിൽ പിന്നെ അങ്ങോട്ട് നബിയിലേക്ക് ചേരുന്നവരാണ് ഖുറൈശികൾ എന്നറിയപ്പെടുക. ഈ പറഞ്ഞ ഫഹ്ർ ഇബ്നു മാലിക്കോ അല്ലെങ്കിൽ നദ്ർ ഇബ്നു കിനാന ഈ രണ്ടാലൊരാൾക്കാണ് ഖുറൈശ് എന്ന് പേരുള്ളത്. അവിടുന്ന് അങ്ങോട്ട് വരുന്നവരൊക്കെ പിന്നെ ഖുറൈശികളാണ്. മനസ്സിലായോ? അപ്പൊ ഈ പിന്നെ ഫഹ്ർ ഇബ്നു മാലിക്കിന്റെയോ നദ്ർ ഇബ്നു കിനാനയുടെയോ മേലുള്ളവർക്ക് ഖുറൈശികൾ എന്ന് പറയില്ല. ഫഹ്ർ ഇബ്നു മാലിക്കിന്റെയും നദ്ർ ഇബ്നു കിനാനയുടെയും താഴേക്ക് ഹാഷിം വരെയുള്ളവർക്ക് ബനു ഹാഷിം എന്നും പറയില്ല. അവർ ഖുറൈശികളാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഹാഷിം നബിയുടെ എത്രാമത്തെ വല്ലിപ്പ? 2ാമത്തെ വല്ലിപ്പാണ്. അപ്പൊ ഹാഷിം വരെ നബിയുടെ 10ാമത്തെയോ 11ാമത്തെയോ ഫഹ്റോ അതല്ലെങ്കിൽ നദറോ ആകുന്ന പിതാമഹന്മാർ, അവർക്കിടയിലുള്ളവരെ ഖുറൈശികൾ എന്ന് പറയും. ബനു ഹാഷിം എന്ന് പറയോ? പറയില്ല. ബനു ഹാഷിം അതിനേക്കാൾ അഹസാണ്. ഹാഷിം എന്ന നബിയുടെ 2ാമത്തെ പിതാമഹമ്മദ് മുതൽ അങ്ങോട്ടാണ് നബിയുടെ കുടംബര ബനു ഹാഷിം എന്നറിയപ്പെടുന്നത്. അത് നബിയോട് ഏറ്റവും അടുത്ത പരമ്പരയാണ്. മറ്റൊരു കുറച്ചും കൂടി അകലെയുള്ള പരമ്പരയാണ് ഖുറൈശി സമൂഹം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശ് എന്ന പേരിൽ സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ലഇലാഫി ഖുറൈശ്, ഖുറൈശികൾ അല്ലാഹു പേരെടുത്ത് പ്രശംസിച്ചിട്ടുണ്ട്. ഖുറൈശ് എന്ന പേര് നബിയുടെ 10ാമത്തെയോ 11ാമത്തെയോ പിതാമഹന്റെ പേരാണെന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുക പറഞ്ഞത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ധാരാളം സമ്പാദ്യവും ഭൗതികമായ വിഭവങ്ങളും അടക്കി ഭരിച്ചവർ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവർ, ഐക്യത്തിനേക്ക് വേണ്ടി ക്ഷണിച്ചവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഖുറൈശ് എന്ന പേരെങ്ങനെയാണ് ഖുറൈശികൾക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കടലിൽ ഒരു മത്സ്യമുണ്ട് ഖുറൈശ് എന്ന് പേരുള്ള, അല്ലെങ്കിൽ ഖുറൈശ് എന്ന് പേരുള്ള ഒരു മത്സ്യമുണ്ട്. ആ മത്സ്യത്തെ പിടിച്ച് വേട്ടയാടി തിന്നുന്നവരായിരുന്നു ഖുറൈശികൾ. പൊതുവെ ഒരു മുന്തിയ തരം മത്സ്യമാണ്. അപ്പോ ആ കടലിലെ ഖുറൈശ് എന്ന പേരുള്ള അല്ലെങ്കിൽ ഖുറൈശ് എന്ന പേരുള്ള മത്സ്യം തിന്നുന്നവർ, അത് മുന്തിയ ഭക്ഷണമാണ്. ആ അർത്ഥത്തിൽ ഖുറൈശ് എന്ന പേര് നബിയുടെ 10ാമത്തെയോ 11ാമത്തെയോ വെല്ലിപ്പാക്ക് ആ പേര് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തെ ഖുറൈശ്. എന്താണ് അതിന്റെ രഹസ്യം? നമ്മൾ അറിയണം. എങ്ങനെ നബി ഖുറൈശിയായത്? ഇങ്ങനെയാണ്. അതിന്റെ രഹസ്യം ഇതാണ്. അപ്പൊ നബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ് അൽ അറബി അൽ ഹാഷിമി അൽ അറബി അൽ ഖുറൈശി അൽ ഹാഷിമി. ഹാഷിം എന്നുള്ളത് അവസാനം വന്ന പരമ്പരയാണല്ലോ. അപ്പൊ അതാണ് അവസാനം പറയേണ്ടത്. പിന്നെയാണ് ഖുറൈശ്, അതിന് മേലെയാണ് അറബി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് പറയാം. അറബികളാകട്ടെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ പറ്റി, അവിടുത്തെ കുടുംബത്തെപ്പറ്റി, അവിടുത്തെ പരമ്പരയെപ്പറ്റി സാമാന്യം നമ്മൾ അറിയേണ്ടുന്ന വിവരങ്ങളും അറിവുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ശരിയായ മുസ്ലിമീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അവിടുത്തെ പരമ്പര ചേർത്ത് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലും, അവിടുത്തെ സുന്നത്തിനെ നെഞ്ചിലേറ്റി അവിടുത്തെ കുടുംബത്തെ പുൽകാൻ ഈ ആലുബൈത്ത് അഹ്ലുബൈത്ത് അല ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ എന്ന് പറയുന്നിടത്ത് നബിയെ പിൻപറ്റുന്ന, നബിയെ സമ്പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തുന്ന സകല മുഅ്മിനീങ്ങളും ആ പരിധിയിൽ വരുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ കുടുംബത്തിൽ അവർ ജനിച്ചിട്ടില്ലെങ്കിലും ഇത്തിബാ കൊണ്ട്, സുന്നത്ത് കൊണ്ട് അവർ നബിയെ അനുധാവനം ചെയ്തതുകൊണ്ട് ആ പ്രാർത്ഥന അവർക്ക് ലഭിക്കുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടറിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക